പുണ്യനബിയോട് വന്നിട്ട് ആളുകൾ പറഞ്ഞു, നബിയെ നരകത്തിലെ വലിയ ശിക്ഷയൊന്ന് പറഞ്ഞു തരൂ നബിയെ എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പറഞ്ഞു, ഇന്ന് ഞാൻ വലിയ ശിക്ഷ പറഞ്ഞു തരില്ല, അന്ന് ഞാൻ ചെറിയ ശിക്ഷ പറഞ്ഞുതരാം, എന്നാ പറഞ്ഞു തരൂ എന്ന്. അപ്പോൾ ഇന്ന അഹ്വന അഹ്ലിന്നാരി അരാബന യൗമൽ ഖിയാമ മൻ ലഹു നഅലാനി യഗ്ലാ മിൻഹുമാ ദിമാഹു. പടച്ചോനെ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് പറയുന്നത് 2 തീയിന്റെ ചെരുപ്പ് കിട്ടലാവുന്നു. ഇതാണ് ഏറ്റവും ചെറിയ ശിക്ഷ. 2 ചെരുപ്പ്, തീയിന്റെ ചെരുപ്പ് കിട്ടുക. അത് ലഭിച്ച കാരണത്താൽ മനുഷ്യന്റെ തലച്ചോറ് തളച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ഏറ്റവും ചെറിയ ശിക്ഷയെന്ന് ഖാല റസൂലുള്ളാഹി, പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പഠിപ്പിച്ചത്. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ മനസ്സൊന്ന് അറിഞ്ഞിട്ട് പറഞ്ഞേക്ക്, അല്ലാഹുമ്മ അഅതിഖ്നി മിനന്നാർ وأدخلني الجنة يا رب العالمين. اللهم اعتقني اللهوേ നരകത്തിന്ന് മോചിപ്പിക്കണമേ റബ്ബേ. وأدخلني الجنة يا رب العالمين. اللهم اعتقني من النار وأدخلني الجنة يا رب العالمين. اللهم إن لك في كل ليلة من ليالي شهر رمضان عتقاء وطلقاء وخلصاء وأمناء من النار. جعلنا من عتقائك وطلقائك وخلصائك وأمنائك من النار. നരകത്തുനിന്ന് അല്ലാഹു ഒഴിവാക്കി കൊടുക്കുന്ന ഒരുപാട് ആളുണ്ട് ഈ റമളാൻ. എത്രയാ ലക്ഷക്കണക്കായ ആളുകൾ. അതിൽ ഈ റഹ്മത്തുള്ളാന്റെ നമ്മളെന്നും പേര് പെട്ടിട്ടില്ലെങ്കിൽ പടച്ചോനെ എന്തായിരിക്കും നമ്മൾ നഷ്ടം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم. നരകത്തിൽ കടക്കാൻ നമുക്ക് കഴിയില്ല. സൂചി കുത്തുമ്പോഴത്തിന് 2 ആൾ പിടിക്കണം. എൻ്റെ അവസ്ഥയാണ് ഞാനീ പറയുന്നത്. സൂചി ഒരാളെ കുത്തുന്നെങ്കിൽ 2 ആൾ പിടിച്ചു വെക്കണം. എൻ്റെ അവസ്ഥയാണ് പറയുന്നത്. എനിക്കൊരു സൂചി കുത്താൻ വരെ പേടിയാണ്. 2 ആൾ പിടിക്കണം സൂചി കുത്താൻ. എത്ര വന്ന സൂചി ഒന്നുമില്ല, അത് അങ്ങോട്ട് യദ്ഖുലു വയഖ്റുജു. 1 സെക്കൻഡ് കൊണ്ട് പുറത്തേക്ക് കയറും, അകത്തേക്ക് കയറും, പുറത്തേക്ക് പോകും. അതിനെ നമുക്ക് പേടിയാണ്. എന്നിട്ടാണ് നമ്മൾ നരകത്തിന് ഒരുങ്ങണത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ റബ്ബേ. പടച്ചതമ്പുരാനെ അള്ളാഹു നമുക്ക് തന്നിട്ടും നമ്മൾ അതിനെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മൾ എത്ര വലിയ നാശക്കാരാവും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ.